അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വാഗമൺ ട്രിപ്പിൻ്റെ 2ാം പാർട്ടാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും വാഗമണ്ണിൽ പോയിട്ടില്ലാത്ത ഏതൊരാൾക്കും ഈ വീഡിയോ ഫുള്ളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾ നമ്മുടെ ഒപ്പം വന്ന് ഇതെല്ലാം കണ്ട ഒരു പ്രതീതിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെളുപ്പിന് 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് തണ്ട ഇറങ്ങിയിട്ടുണ്ട്. ജീപ്പൊക്കെ അവിടെ റെഡിയാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. എല്ലാവരും റെഡിയായി വരുന്നതേ ഉള്ളൂ. ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. നേരം ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളു. കണ്ടോ, ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണ്. കുരിശുമലയാണ് ഇതിവിടെ. കുരിശുമലയ്ക്ക് അടുത്താണ് നമ്മൾ. ആളുകളാണ് വരുന്നത്. സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് വെളുപ്പാങ്കാലത്തെ ഈ വെച്ച് പിടിക്കുന്നത് കേട്ടോ. ചുറ്റും തേയിലത്തോട്ടങ്ങൾ, തണുത്ത കാറ്റ്, പിറുപിറുക്കുന്ന പൈൻമരങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. വാഗമണ് നമ്മളെ ക്ഷണിക്കുന്നു, നമുക്ക് പോയി വരാം. നിങ്ങളും എൻ്റെ ഒപ്പം വരികയല്ലേ? അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും മൊട്ടക്കുന്നുകൾ കണ്ടിഞ്ഞ് പോരാവുന്ന, അല്ല, ഒരുപാട് കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. വാ, നമുക്ക് പോയിട്ട് വരാം. All around us, already some rails and videos that kill like you say get a put him in the face, you put it racing like you lost the teacher, you put up all the fun, but I knew put all the dog. നമ്മൾ ഇങ്ങോട്ടൊക്കെയുള്ള യാത്രയെന്ന് പറയുമ്പം ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ ജീപ്പിലുള്ള യാത്രയാണ് ഏറ്റവും നല്ലത്. ഒരു 8 പേരൊക്കെയുള്ള അല്ലെങ്കിൽ 7 പേരൊക്കെയുള്ള ഒരു ജീപ്പ് യാത്രയ്ക്ക് 2500 രൂപയൊക്കെ ആവത്തുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് പേശിയാൽ കുറച്ച് തരും. അപ്പോൾ നമ്മൾ ദാണ്ട വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്നാൽ സൺഷൈൻ കാണാം. പിന്നെ ഞങ്ങൾ വന്നതേ സൂര്യൻ ജീവനും കൊണ്ട് ഓടിയെന്ന് തോന്നുന്നു. ഞങ്ങൾ മണിക്കൂറുകൾ നിന്നിട്ടും നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു വശത്താണെങ്കിൽ അഗാധമായ കൊക്കയാണ്, മറുവശത്താണെങ്കിൽ കരിമ്പാറ അരിഞ്ഞിറങ്ങിയ കോടമഞ്ഞ് മൂടിയ മലനിരകളാണ്. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാം കരിമ്പാറകൾ വെട്ടി ഒരുക്കിയിട്ട്. അതുപോലെ തന്നെ വെള്ളിക്കുളം മുതൽ വഴിക്കടവ് വരെയും 6 കിലോമീറ്റർ ദൂരം പാറക്കെട്ട് അരിഞ്ഞിട്ട് തന്നെയാണ് റോഡുണ്ടാക്കിയിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ച പുതച്ച മലനിരകളാണ് കേട്ടോ. അത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വന്ന് കാണേണ്ടതാണ്. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ അവരുടെ ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട ഏറ്റവും ആകർഷകമായ 50 സ്ഥലങ്ങളുടെ ഡയറക്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ വാഗമൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇത്രയും പ്രസിദ്ധമായത് കേട്ടോ. മധുവിധു ആഘോഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ ഒരു ഒളിത്താവളമാണ് കേട്ടോ. ആരുടെയും ശല്യമില്ലാതെ നല്ല അടിപൊളിയായിട്ട് മധുവിധു ആഘോഷിച്ച് പോവാം. ഇതിൽ വരണ്ടാത്തവരാരാന്നതാ ചോദിച്ച. ഷാജിദ ഇപ്പുറത്ത് പാടാ, എങ്കിലേ നിന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ വാഗമണ്ണി വന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം നാട് കണ്ടിട്ടുണ്ടാകില്ല. ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ മാടി വിളിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ വാഗമണ്ണ്. പാറക്കെട്ടുകളും പരിപരുത്ത ഉരുളൻ കല്ലുകളും നിറഞ്ഞ ദുർഘടമായ പാതയാണ്. ഇപ്പോഴാണ് ടാറൊക്കെ ചെയ്ത് ഇങ്ങനെയെങ്കിലും ആക്കിയിരിക്കുന്ന ഉരുളൻ കല്ലുകൾ നിറഞ്ഞ. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി വന്നാൽ ശരിക്കും പണി കിട്ടിയിട്ടുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നമ്മൾ ജീപ്പ് യാത്ര മാത്രമേ ഇവിടെ തിരഞ്ഞെടുക്കാവൂ. അടിപൊളി, സൂപ്പർ. റെഡ് സാൻഡിൽ പോയ ഒരു ഇതുണ്ട് കേട്ടോ. പോകാൻ പറയുന്നത്
എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ശരിക്കും ഫോട്ടോയും വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവരായിരുന്നു കേട്ടോ. എൻ്റെ കൂട്ടുകാർ തന്നെയായിരുന്നു. പിന്നല്ല. അല്ല അല്ലെന്ന് തോന്നുന്നു. എനിക്ക് സീറ്റ് ഇട്ടില്ലുണ്ടല്ലോ. ഞങ്ങൾ അവിടെ നിന്നും അടുത്ത വ്യൂ പോയിന്റിലേക്ക് വെച്ച് പിടിക്കുകയാണ്. സൺറൈസ് കണ്ടിട്ടേ ഇന്ന് പോകുമെന്ന് തന്നെ ഞങ്ങളും വാശി പിടിച്ചിരിക്കുകയാണ്. പിന്നെ നീ അറ്റത്ത് പോയി സെൽഫി എടുത്തേന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ജീപ്പിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഒരുപാട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. നമ്മളും വിട്ടുകൊടുത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ജീപ്പിന്റെ അടുക്ക നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ നമ്മളും എടുത്തു. എത്ര കഷ്ടപ്പെട്ടെടുത്താണ് ആദ്യം അടിപൊളി, സൂപ്പർ. നമ്മുടെ പത്മിനിയമ്മ എവിടെ? ഷീല. പിങ്ക് ഡേയ്സ് ഫോർ വുമൺ എന്ന ഈ ഗ്രൂപ്പിനൊപ്പം വന്ന ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം ഒരിക്കൽ പോലും കണ്ടിട്ടുള്ളവരല്ല. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ 2 ദിവസം കൊണ്ട് നല്ല സുഹൃത്തുക്കളായി എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും നല്ല അടിപൊളി യാത്രയായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബറാണ് അത്. വീഡിയോസൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതുണ്ടെന്ന് ചോദിച്ചു. സ്ഥിരം യാത്രയാ. പാമ്പ് പിടുത്തക്കാരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓണാണേ. ഓക്കെ. സാവകാശം ഞങ്ങളെ എടുക്കൂ കുട്ടി. ഞങ്ങളെ തേനീച്ച ഇങ്ങനെ വട്ടം ഇട്ട് പറഞ്ഞു. അയ്യോ ശരിയാണല്ലോ. ഇനി നമ്മൾ ഇവിടെ നിന്നും പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ഹരിത സങ്കേതമായ നമ്മുടെ ഉളുപ്പുണിയിലേക്ക്. ഞങ്ങള് വെള്ളത്തിലേക്ക് ചാടുകയാണ്. ക്യാമറയും ഒപ്പം ചാടണം. അതെ, ക്യാമറ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. വെള്ളച്ചാട്ടം അവിടെ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുവേ. നമ്മളെവിടേക്കാ പോകുന്നേ? ഞങ്ങളുടെ നാട്ടിൽ
അത് അവിടെ എന്ന് പറയണേ. നേഹ അവിടെ എന്ന് പറയണേ. ഫോട്ടോസ് കുറച്ച് കുറയ്ക്കാൻ പറ. കേരളത്തിലെ ഏറ്റവും പുതിയ ഓഫ് റോഡിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഉളുപ്പുണി. പിന്നെ അതുപോലെ സാഹസികമായിട്ട് യാത്ര ചെയ്ത് വേണം മക്കളെ ഈ വ്യൂ പോയിന്റിലെത്താൻ. കാരണം 2 പ്രാവശ്യവും ഉളുപ്പുണി ടണൽ കാണാൻ വന്നിട്ട് നിരാശരായി മടങ്ങിപ്പോയവരാണ് ഞങ്ങൾ. നമ്മുടെ സ്വന്തം വണ്ടിക്ക് ശരിക്കും പണി കിട്ടിയതാണ്. വണ്ടിയുടെ അടിഭാഗം എല്ലാം താഴെ തട്ടിയിട്ട് ഒത്തിരി പണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴായാലും ജീപ്പ് യാത്ര തന്നെ ഇതിന് തിരഞ്ഞെടുക്കാവുള്ളൂ. പിന്നെ നമ്മുടെ കുളമാവ് അണക്കെട്ടിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകളാണ് ഉളുപ്പുണിയുടെ പ്രധാന ആകർഷണം. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഈ ടണലിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ. ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ ഇന്നസെൻറ്റിൻ്റെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത്. വഴുക്കലുള്ള പാറയാണ്. നമ്മൾ ഓരോരുത്തരോടെ വീഴുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ പാറക്കല്ലിൽ അടിച്ച് തന്നെ വീഴുന്നുണ്ട്. ടണലാണിത്, കണ്ട അടിപൊളിയില്ലേ. ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഉളുപ്പുണി. പണ്ട് കാലത്ത് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ തുരങ്കത്തിനുള്ളിലൂടെ നമുക്ക് കുറച്ച് ദൂരമേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ഒരു 100 മീറ്റർ വരെ പോകാം. അതിനുള്ളിലെ ഇരുട്ടും വായു സഞ്ചാരം കുറവായതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ശ്വാസം മുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. തുരങ്കത്തിനകത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. ഈ ഇരുട്ടിനൊപ്പം തുരങ്കത്തിലെ വഴുവഴുപ്പുള്ള പാറ നല്ല അപകടമാണ്. വരുന്നവർ ഓരോരുത്തരും വീഴുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് ഒരു ചുവപ്പ് ബനിയനിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അയാളൊരു വീഴ്ച വീണു, കഷ്ടം തോന്നി. നടന്നോ? ഒന്ന് അല്ലെങ്കിൽ 2 ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഈ ടണലിനകത്ത് തണ്ട പോയിച്ച് വരുന്നവരെ കേട്ടോ. അകത്തോട്ട് പോകല്ലേ കേട്ടോ പിള്ളേരെ, കേട്ടോ. പിന്നെ ഷാഹിദ, ഷിഫ അകത്തോട്ട് പോകരുത് കേട്ടോ. ഓക്സിജൻ കുറവാണ് അകത്തോട്ട്. തുരങ്കത്തിനടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് മഴക്കാലത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കപ്പക്കാനം വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉളുപ്പുണിക്ക് അടുത്ത് തന്നെ മറ്റൊരു തുരങ്കം കൂടിയുണ്ട്. കാട്ടിനുള്ളിലാണത്. വെള്ളാരം ചിറ്റ എന്നാണ് ഈ തുരങ്കം അറിയപ്പെടുന്നത്. ഇവിടെ ഒന്നും നമുക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഓരോരുത്തരോരോരുത്തരോടെ വീണുകൊണ്ടിരിക്കുകയാണ്. ഉളുപ്പുണിയുടെ നെറുകയിലെത്തിയാൽ ഇടുക്കിയുടെ സൗന്ദര്യം മൊത്തം ആസ്വദിച്ച് മടങ്ങാമെന്നാണ് പറയുന്നത്. നല്ല ഐസ് കട്ട പോലത്തെ വെള്ളം, വഴുവഴുപ്പുള്ള പാറയിൽ ചവിട്ടി നിൽക്കുമ്പോൾ തന്നെ കാല് തെന്നി പോകുന്നുണ്ട് കേട്ടോ. അതിൽ കൈക്കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് എനിക്ക് കണ്ടിട്ട് പേടി വന്നു. അപ്പോൾ ഇനി നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും? ഇതൊന്നും കട്ട് ചെയ്ത് കളയാൻ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇച്ചിരി ലെങ്ത് കൂടിയാലും വേണ്ടില്ല, വീഡിയോ അങ്ങനെ തന്നെ ഞാൻ ഇടുകയാണ്. വെയിലുള്ളത് കൊണ്ട് ക്ലിയറും കിട്ടത്തില്ല.
അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, എന്താ ഭംഗി. പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കണ്ട വെൽവെറ്റ് വിരിച്ചതുപോലല്ലേ, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇതൊന്നും മിസ് ചെയ്യരുത് ഇവിടെ വരുന്നവർ. നല്ല വെയിലുണ്ട് കേട്ടോ. സൂയിസൈഡ് പോയിന്റ് ആണേ, അടിപൊളിയായിട്ടുണ്ട്. കിട്ടുവല്ല കേട്ടോ, കിട്ടു. സൂപ്പർ. തകമണ്ണ് വരുന്നവരിവിടെ വരാതെ പോകരുത് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ അമൃതമേടിൻ്റെ ഭാഗമാണ് സൂയിസൈഡ് പോയിന്റ്. ഇവിടെ നിന്നിട്ട് മുകളിൽ നിന്ന് താഴേക്കൊരു 3000 അടിയോട് കൂടിയ 10 കിലോമീറ്റർ നീളമുള്ള ഒരു കുന്നുണ്ട്. ചെറിയ ചെറിയ മൊട്ടക്കുന്നുകൾ ഇവിടെയും ഉണ്ട് കേട്ടോ. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണാം, പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചെറിയ 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 കുന്നുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ് നമ്മുടെ ഈ സൂയിസൈഡ് പോയിന്റ് കേട്ടോ. ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിൽ വന്നിരിക്കുകയാണ്. ഇത് റെജിന. ഇടപ്പള്ളിയിൽ നിന്നാണ് ഇവർ ഞങ്ങളോടൊപ്പം വണ്ടിയിൽ കയറിയത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞങ്ങൾ നല്ല കൂട്ടുകാരായി. റെജിന എൻ്റെ സബ്സ്ക്രൈബർ കൂടിയാണ്. എൻ്റെ എല്ലാ വീഡിയോകളും മുടങ്ങാതെ കാണുന്നൊരു വ്യക്തി കൂടിയാണ് കേട്ടോ. വാഗമൺ ടൂർ പാക്കേജിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഈ സൂയിസൈഡ് പോയിന്റ്. ഇത് ഒഴിവാക്കരുത്. വേണ്ട, ഞങ്ങളുടെ ജയനൊക്കെ ഉണ്ടോ? ജയൻ സൂപ്പർ. വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിൽ, മറക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ വാഗമൺ യാത്ര ഒരു ദിവസമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോകാനുള്ള സ്ഥലങ്ങൾ തരം തിരിച്ച് സമയം ക്രമീകരിക്കണം. കോട മൂടുന്നതിന് മുമ്പും അതുപോലെ തന്നെ കോട മാഞ്ഞതിന് ശേഷവും വ്യൂ പോയിന്റിൽ എത്തിയാൽ നമുക്കെല്ലാം കണ്ടു കേട്ട് വരാം. തുറക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ചൂട് പൊട്ട് കണ്ട. പൂരി വന്നിട്ടുണ്ട് കേട്ടോ. പൂരിയും അപ്പൊ ഞങ്ങൾ കഴിക്കാനെടുത്തു. ഒരു പൂരി എടുത്തു. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കിഴങ്ങേറിയ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുണ്ടേ. സാമ്പാറാണെന്നാ വിചാരിച്ചു കേട്ടോ. ഇതിനകത്ത് കൈ വെച്ച് നോക്ക്. നല്ല തണുപ്പ്. വിശന്നിട്ട് വയ്യ കേട്ടോ. ട്രക്കിങ് കഴിഞ്ഞപ്പോൾ മനുഷ്യന് തിന്നാനുള്ള വിശപ്പുണ്ട്. കൊള്ളാം കേട്ടോ, ഉദ്ദേശിച്ച പോലെ അല്ല. നല്ല പൂരി കറിയോ. അപ്പൊ നമ്മൾ രാവിലെ ട്രക്കിങ് കഴിഞ്ഞ് വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കയറിയ ഇത്രയും പേര് ഇതിനകത്തുണ്ട്. എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് പേര് 2-3 ഇടത്തായിട്ടോ ഞങ്ങളുടെ താമസം. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനും DJ ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എളുപ്പം കയറാമല്ലേ. കണ്ടോ ആരൊക്കെ ആയിരിക്കുന്നത്. ഈ 3 പേരെ നോക്ക് ഫ്രണ്ടില്. താരങ്ങള് രംഭ, മേനക, തിലോത്തമ്മമാര്. അല്ല, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇദ്ദേഹത്തെ ഒന്നും എടുത്തില്ലല്ലോ. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് പറയാൻ. എന്നിട്ട് എന്നാലും ഒന്ന് നോക്കിയേരെ. ഇത്രയും ഞങ്ങളെ യാത്രയൊക്കെ ചെയ്ത് കൊണ്ടുവന്ന പേരെന്താ? വിപിൻ. എവിടെ? ആലപ്പുഴക്കാരനാ? നമ്മളെല്ലാം ആലപ്പുഴക്കാര്.
ഞാൻ ഫ്രണ്ടിൽ വന്നൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പാവത്തിന് തോപ്പിട്ട് കയറിയതാ. ഞങ്ങളുടെ കോർഡിനേറ്ററാണ് സ്നേഹ. സ്നേഹയുടെ സഹകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. പടകാളി പെണ്ണെ മണ്ണിയിൽ നാടൻ തേരിൽ നിന്നെ വരവേൽക്കാൻ ഒരു വല്ലം പൊന്നും കരിനീരച്ചാകും കണി കാണാൻ കൊണ്ടേ നമ്മളിതാ അഡ്വഞ്ചർ പാർക്കിൽ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം തന്നെ ഭയങ്കര തിരക്ക്, 9:30 ആയിട്ടേ ഉള്ളൂ. രാവിലെ വന്നിട്ട് പോലും എന്താ ഭയങ്കരമായ തിരക്ക് കണ്ട. അപ്പോൾ അതാണ്ട് ഞങ്ങൾ ഭയങ്കരമായ വെയിലായതുകൊണ്ട് ഇതാണ്ടതാ കടുവ കളിക്കാൻ പോകുന്നത് പോലെ പോവുകയാണ്. എല്ലാവരും എന്താ തൊപ്പിയൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് പോവുകയാണ് കണ്ട. പിന്നല്ല വീട്ടുകാരൊക്കെ ഒന്ന് കണ്ടോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങോട്ട് നോക്കൂ കുട്ടി, കണ്ണാടിക്കാരി ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ അഡ്വഞ്ചറസ് പാർക്കിലാണ്. നോക്കട്ടെ അഡ്വഞ്ചറസ് എങ്ങനെ ഉണ്ടെന്നല്ലേ. എനിക്ക് വയ്യ, ഭയങ്കരി. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ചേട്ടാ എടുക്കത്തില്ല, പേടിക്കണ്ട. അപ്പം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ കുറച്ച് താഴേക്ക് നടക്കണം. ഇൻ്റർലോക്ക് ചെയ്ത ഒരു വഴിത്താരയാണ്. നമ്മൾ കുറച്ച് ഇറക്കമാണ്, മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമുക്ക് ഇത് കയറണമെന്ന് ആഗ്രഹിച്ചാൽ എല്ലാ വേദനകളും മാറ്റി വെച്ചിട്ട് നമ്മൾ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. വേണ്ട വേണ്ട, എയറിലാണ് ചേട്ടൻ. ചൈനയിൽ ഓരോന്ന് കാണിക്കുന്ന കണ്ടിട്ട് അതുപോലെ ആണോ നമ്മൾ? പാച്ചും ഗോപാലനും എല്ലാം പോവുക. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റിൽ നമുക്ക് കയറേണ്ട സമയം കൂടി രേഖപ്പെടുത്തിയാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മളുടെ സമയമാകുന്നത് വരെ അവിടെ കാത്തിരിക്കുക. അതാണ് ഒരു ഒരേ സമയം 15 പേരിൽ കൂടുതൽ അവർ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടത്തി വിടില്ല. അതുപോലെ തന്നെ 5 അല്ലെ 10 മിനിറ്റ് അതിനപ്പുറത്ത് നമ്മളെ അവിടെ നിർത്തില്ല. തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരു എക്സ്ക്യൂസും അവിടെ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഈ ഉള്ള സമയം കൊണ്ട് നമ്മൾ എടുത്ത് തീർത്തോണം. പറയുന്നവരെ ഒഴിവാക്കുക. നല്ല വെളിച്ചക്കുറവ്. ഞങ്ങളിങ്ങനെ ഊഴം കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഊഴം കാത്ത്. അപ്പോൾ നമ്മുടെ സമയമായി. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണിത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അഡ്വഞ്ചർ പാർക്കിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ 40 മീറ്റർ നീളത്തിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലുള്ള ചില്ലുപാലം നമ്മളെ ഒരു വല്ലാത്തൊരു മായിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും കേട്ടോ. മുണ്ടക്കയം, കൊക്കയാറ്, കൂട്ടിക്കൽ മേഖലകളിലെ വിദൂര കാഴ്ചകൾ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് കാണാം. താഴേക്ക് നോക്കിയാൽ നമുക്ക് പേടി വരും കേട്ടോ. 120 അടി നീളമുള്ള പാലത്തിന് 3 കോടി രൂപയാണ് ചിലവ്.
സ്നേഹ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വീഡിയോ. എൻ്റെ പൊന്നെ താഴോട്ട് നോക്കിയാൽ തീർന്ന്. സുബ്ഹാനല്ലാഹ്, താഴേക്ക് നോക്കൂ. താഴേക്ക് നോക്കണ്ട, പേടി. ആദ്യം ഒന്ന് കാല് എടുത്ത് വെച്ചപ്പോൾ തന്നെ ഒരു ഭയം തോന്നിയായിരുന്നു കേട്ടോ. പക്ഷേ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നല്ല കട്ടിയുള്ള ഗ്ലാസ് കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 6 ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. ആദ്യം 500 രൂപയായിരുന്നു ഇവിടുത്തെ പ്രവേശന ഫീസ്. പിന്നെ ഭയങ്കര ബഹളമൊക്കെ ആൾക്കാർ നടത്തിയത് കൊണ്ട് ഇപ്പം 250 രൂപയാക്കി കേട്ടോ. പക്ഷേ 250 രൂപ മുടക്കിയാൽ നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മളെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണിത് കേട്ടോ. അടിപൊളി. അതിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. കണ്ട, ഒന്നും കാണാൻ വയ്യ, മിസ്റ്റാണ്. പോയിക്കോ പോയിക്കോ. ഇത് ഗ്ലാസ് ഫ്രിഡ്ജ് ഓപ്പൺ ആയ സമയം മുതൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ പിങ്ക് ഇവരുടെ കൂടെ വരാനാണ് സാധിച്ചത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വരുന്നവരിവിടെ വാഗമൺ വരെ വരുന്നവർ ഇവിടെ കയറാതെ പോയാൽ തീരാ നഷ്ടമാണ്. ഉള്ള കാര്യം പറയാലോ. സൂപ്പറാണ്. അതെ അതെ അതെ, വാഗമൺ വന്നത് മുതൽ സൂപ്പർ. ഞങ്ങളെല്ലാരും നന്നായിട്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. സത്യം അടിപൊളി. ഈ സമയത്താണ് എന്താ കാറ്റ്, എന്തോ ഒരു സുഖം. അടിപൊളി. എൻ്റെ പൊന്നോ, എന്തോ ഒരു കാറ്റാണെന്നറിയാമോ? ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. അടിപൊളി, സൂപ്പറാണ്. വാഗമണ്ണ് വരുന്നവരെല്ലാം ഇവിടെ വന്ന് കാണണം കേട്ടോ. സൂപ്പർ. ഇവിടുത്തെ കാറ്റ് മതിയല്ലോ സൂപ്പർ സ്റ്റാർ. ഗ്ലാസ് ഫ്രിഡ്ജ് അടിപൊളി. ഞങ്ങളൊക്കെ കിട്ടുന്നുണ്ടേ. ഇത് സ്കൈ റോളറാണേ. ഇവിടെ ഒരുപാട് വിനോദങ്ങൾ, സാഹസിക വിനോദങ്ങൾ അഡ്വഞ്ചർ പാർക്കിലുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പേടിയായിട്ട് തോന്നിയത് ആ പാരച്യൂട്ടിലുള്ള സംഭവം. പിന്നെ ഒരു ഊഞ്ഞാലിൽ ഭയങ്കര ആയത്തിൽ അങ്ങോട്ട് എടുത്തിട്ട് ഒരൊറ്റ വിടല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും കേട്ടോ. അതുപോലെ തന്നെ റോക്കറ്റ് ഇജക്ടർ, ജയൻറ്റ് സ്വിങ്, അതുപോലെ സിപ്പ് ലൈന്, ഫ്രീ ഫോൾ, ഹ്യൂമൻ ഗൈറോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഈ സൈക്കിളിൽ നമ്മുടെ രാജി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂർഖൻ പാമ്പിനെ പിടിക്കുന്ന, അല്ലെങ്കിൽ 2800 സംതിങ് പാമ്പുകളെ പിടിച്ചിട്ടുള്ളതാണ് നമ്മുടെ രാജി. തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമെന്ന് തന്നെ പറയാം. അപ്പം നമ്മുടെ രാജി ഒരു ഭയവും ഇല്ലാതെ പോയി വന്നു കേട്ടോ. കോട ഇറങ്ങിയിട്ടൊന്നും കാണാൻ വയ്യ കേട്ടോ. അതുപോലെ കോടയാ. കോട കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അതെ അതെ അതെ, ഇച്ചിരി സമയമുള്ളായിരുന്നു വെയില്. ഗ്ലൈഡിങ്
ഉണ്ട് അതിന്റെ തലയുടെ മേളിൽ കൂടെ അവന്മാർ പക്കൂപ്പിക്കൊണ്ട് പോയി പിടിച്ച് അടിപൊളി സൂപ്പർ കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പം ഏതാണ്ട് 12:30 ആയതേ ഉള്ളൂ. പക്ഷേ കേട്ടാ ഞങ്ങൾ വന്നിട്ടുള്ളപ്പോഴും അതുപോലൊക്കെ തന്നെ. ഞാനിപ്പോൾ 7ാം തവണയായി. എപ്പോഴും കുടുംബമായിട്ടല്ലേ വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മളിവിടെ നിന്നും നേരെ ഹോട്ടലിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്. പൈൻ ഫോറസ്റ്റിൽ നല്ല അടിപൊളി കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മളിതാ പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും എനിക്ക് എൻ്റെ മക്കളെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ട് ശരിക്കും ഇവിടുന്ന് പൈൻകായും ഒക്കെ പെറുക്കിയിട്ട് പോയിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. ഓരോ മരങ്ങൾക്കും ചിലപ്പോൾ എൻ്റെ പാദപതന ശബ്ദം തിരിച്ചറിയാതെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ചിരിക്കുമായിരുന്നു. സത്യം വേണ്ട. ഒരെണ്ണം കൊണ്ടുവന്നു. എൻ്റെ പണി ഇതായിരുന്നു. വന്നു കവറും കൊണ്ടേ വരത്തുള്ളൂ വീട്ടിൽ നിന്ന് വരുമ്പോൾ. ഇഷ്ടം പോലെ പെറുക്കിക്കൊണ്ടുപോകും. എന്തിനാണെന്നറിഞ്ഞോ? നല്ല അടിപൊളി കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പൈൻകായും ഇല്ല. പശുക്കളെ വേണ്ട ശരിക്കും അഴിച്ചു വിട്ട് ഇവിടെ അങ്ങനെ മേയാണ്. അതുകൊണ്ട് ചാണകത്തിൻ്റെ മേളം നടക്കുന്ന വഴി കംപ്ലീറ്റും പശുക്കളാണ്. സഞ്ചാരിയുടെ പറുദീസ. കോടയിൽ കുളിച്ചു നിൽക്കുന്ന വാഗമൺ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കൽ വന്നവർക്കുണ്ടല്ലോ മറക്കാൻ കഴിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പൈൻ മരക്കാടാണിത്. ഒരു പൈൻ വനമാണ്. നമ്മുടെ മൊട്ടക്കുന്ന്, അതായത് മെഡോസിൽ നിന്നും ഒരു 3 കിലോമീറ്റർ അകലെയുള്ള കോലാഹലമേട്ടിലാണ് നമ്മുടെ ഈ പൈൻ വാലി. ഒരു കുന്നിൻ ചെരുവിൽ ഏക്കർ കണക്കിന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പൈൻ പ്ലാന്റേഷൻ നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വാഗമണ്ണിലെ തണുത്ത അന്തരീക്ഷത്തെക്കാൾ നല്ല തണുപ്പ് കൂടുതലാണ് നമ്മുടെ പൈൻ മരക്കാട്ടിൽ. ഇത് കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ ത്രിമൂർത്തികളാ കേട്ടോ. അവര് മഴ ഉറക്കുന്നെങ്കിൽ നനയത്തതേ ഉള്ളൂ ഇവിടെ. നല്ല മഴ, നല്ല തണുപ്പ്, കൊള്ളാം, കുഴപ്പമില്ല. ഇത് ഇടുക്കിയല്ല, കോട്ടയം ജില്ലയാ ഇല്ലേ? വാഗമൺ കോട്ടയമാ. കോട്ടയം ജില്ലയല്ലേ ഇടുക്കി? ഇത് കോട്ടയം ഇടുക്കിയുടെ ബോർഡറാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് കോട്ടയം ജില്ലയാ. തണൽ വിരിച്ച പൈൻ മരങ്ങൾക്കിടയിൽ, മഞ്ഞിൻ്റെയും പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടി സൂര്യരശ്മികൾ ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പോഴുണ്ടല്ലോ, അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ഇപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ ഇരുത്തത്തില്ല മഴ, ചെറിയ ചാറ്റൽ മഴ. അതാ ഞാൻ പറഞ്ഞതല്ല, ആ പച്ചപ്പും ഇതും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളമില്ല കണ്ട. പശുക്കൾ ഇഷ്ടം പോലെ പശുക്കൾ കണ്ട. മാമി ഇങ്ങനെ തയ്യാറായി നടക്കും എൻ്റെ കൂട്ട്. മാമിയുടെ കൂടെ പോയാൽ പാമ്പിനെ പിടിക്കാം, നമുക്ക് പലതും ചെയ്യാം. മാമിയുടെ കൂടെ ഞാനും ഉണ്ട്. വാ, വരുവാ. നമ്മുടെ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് ഇത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് മിസ് ചെയ്യരുത്. ഞങ്ങളിവിടെ വന്നിട്ടില്ല, പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് വന്നിട്ടില്ല. ആദ്യമായിട്ട് വരുവാണേ. കിട്ടുമായിട്ടുണ്ട് കേട്ടോ. പിന്നെ
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ധൂം ബരാബർ ധൂം ബരാബർ ആ പാട്ടാണേ. അതിട്ടാൽ എനിക്ക് പണി കിട്ടും, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി യാത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ സുഹൃത്തുക്കളെ കിട്ടിയ, അടിച്ച് പൊളിച്ച് യാതൊരു എന്താ പറയുന്ന വിലക്കുകളും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി 2 ദിവസം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ ഒരൊറ്റ ഒരാൾ പോലും ഇതിൽ പിന്നോട്ട് പോകുന്നവരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.